சுவாமி சரணம் ஐயப்பா. நாங்கள் ஐயப்பனை காண காடு மலை வனவாசம் எல்லாம் கடந்து கரிமலை இறக்கத்தில் சென்று கொண்டிருக்கிறோம். ஐயன் தரிசனம் நல்லபடியாக கிடைக்க வேண்டி சுவாமியே சரணம் ஐயப்பா. எல்லாருக்கும் எல்லாமும் கிடைக்கணும். சுவாமியே சரணം ஐയപ്പ. സ്വാമി ശരണം, സ്വാമി ശരണം. കല്ലിടാങ്കുന്നിൽ നിന്ന് മുക്കുഴി എത്തുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആന അല്ലെങ്കിൽ മൃഗങ്ങളുടേതായൊരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ആനയുടെ ഏരിയ, അവിടേക്കാണ് ആന ഏറ്റവും കൂടുതൽ നിൽക്കണമെന്നും പറഞ്ഞതും അവിടെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്ക് വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് കൂടുതൽ ഏരിയകളിൽ നിൽക്കുകയും ചെയ്യുന്നത്. ഇവിടെ ആനപ്പിണ്ടം കിടപ്പുണ്ട്, പക്ഷേ പഴയ ആനപ്പിണ്ടം ഒക്കെയാണ്. അവിടെയൊക്കെ പുതിയ ആനപ്പിണ്ടം ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ ഒന്നും അത്ര അധികം ആന വരുന്ന സമയമായിരിക്കില്ല, രാത്രിയിലൊക്കെ ചിലപ്പോൾ ഇതുവഴി കടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് മുക്കുഴി കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുക്കുഴിയിൽ നിന്ന് കുറച്ച് ദൂരം കൂടി ഇനിയുണ്ട്. ഇനി ഏകദേശം ഒരു 22 കിലോമീറ്ററോളം പമ്പയ്ക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എരുമേലിയിൽ നിന്ന് പമ്പ വരെയുള്ള കാനനപാതയുടെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രധാന ഭാഗങ്ങൾ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം മുഴുവനായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇച്ചിരി ദൈർഘ്യം എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യണവർ മുഴുവൻ കാണാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നവർ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുക. മുഴുവനായിട്ട് കണ്ടാലും ഈ കാനനപാത എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് കാണാത്തവർക്കും കണ്ടവർക്ക് ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, കണ്ടവർക്ക് ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ കാനനപാത അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുക. എന്തായാലും ദൈർഘ്യം എന്തായാലും ഒരു 40 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ 2 വീഡിയോ ആയിട്ട് നമുക്ക് ഇടേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഇട്ടാലും അതിനൊരു ഇതുണ്ടാവില്ല. ഒറ്റ വീഡിയോയിൽ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് മുഴുവൻ കാണാൻ പറ്റില്ലെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് കാണാൻ സമയം കിട്ടുമെങ്കിൽ അങ്ങനെ 2 തവണയായിട്ടാണെങ്കിലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സ്വാമി ശരണം. ഞങ്ങളങ്ങനെ നടന്ന് നേരെ കല്ലിടാങ്കുന്നിൽ എത്തിയിട്ടോ. അഴുതയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കല്ലുകൾ ഇവിടെ കൊണ്ടുവന്ന് കല്ലിടാങ്കുന്നിൽ കൊണ്ടുവന്നിടും. ഇത് കല്ലിടാങ്കുന്നിൽ എത്തുമ്പോഴാണ് ചെറിയൊരു റെസ്റ്റ് എല്ലാവരും എടുക്കുന്നത്. ഇവിടെയാണ് മഹിഷി മർദ്ദനത്തിന് ശേഷം മഹിഷിയെ നിഗ്രഹിച്ച് അതിനെ മോക്ഷം കൊടുത്തു എന്ന് പറയപ്പെടുന്ന സംസ്കരിച്ച സ്ഥലമെന്ന് എഴുതപ്പെടുന്ന സ്ഥലമാണിത്. ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ അഴുതയിൽ നിന്ന് എടുത്ത കല്ല്. ഒരു പാണിയപ്പുറം നിൽപ്പുണ്ടേ. ആ കല്ലുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് മഹിഷി നിഗ്രഹത്തിന് ശേഷം മഹിഷിയെ നിഗ്രഹിച്ച് സംസ്കരിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഈ ട്രഡീഷണൽ പാത്തിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൃശ്ചിക 1 ഞാൻ മാലയിട്ട് അയ്യപ്പനെ പോയി കണ്ട് തൊഴുത് കെട്ട് നിറച്ച് തന്നെ പോയി കണ്ട് തൊഴുത് വന്നതാണ്. അപ്പോൾ ഈ പിന്നീട് വീണ്ടും ഒന്നുകൂടെ വീഡിയോ എടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ട്രഡീഷണൽ പാത്ത് വഴി ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടും എല്ലാം രണ്ടാമത് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ യാത്ര വളരെ ഭംഗിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. உச்சி வந்து ஸ்டாப் 4:30 மணிக்கு. 4:30 അല്ലേ? அதுக்குள்ளே நம்ம பாஸ் ஆகணும். സ്റ്റെപ്പ് பண்ணால் ഹാഫ് ആൻ അവർ സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ അഴുതയിൽ നിന്ന് എടുത്ത് കല്ല് ഇവിടെ കല്ലിടാങ്കുന്നിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവരോട് ചോദിച്ചു, അപ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടെ അവരിവിടെയാണ് തങ്ങണേന്ന് ചോദിച്ചു. അപ്പോൾ അവരിവിടെ ഇവിടെയാണ് തങ്ങുന്നത്. അപ്പോൾ ആനയുടെയൊക്കെ ശല്യം വൈകിട്ടുണ്ടാവും, പക്ഷേ ഫെൻസിങ് ഉള്ളതുകൊണ്ട് അതും വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ 2 ബഹളം വെച്ചിട്ട് അങ്ങോട്ട് പോകും എന്നാണ് പറഞ്ഞത്. വരുന്ന വഴിക്കൊക്കെ ധാരാളം ആനപ്പിണ്ടം കാണാം കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഫെൻസിങ് ആണ് കണ്ടോ, ഇതൊക്കെ ഫെൻസിങ് കണ്ടോ കെട്ടിയിട്ടൊക്കെയാണ്. ഇവിടെ ഫെൻസിങ് ഇപ്പോൾ തൽക്കാലം ഇതുണ്ട്, ഇത് ഊരിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ ഇവരെ ഊരിയിട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഈ ഫെൻസിങ് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യും, പിന്നെ മൃഗങ്ങളൊന്നും അങ്ങോട്ട് കയറി വരില്ല. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഡേഞ്ചർ സോണിലേക്കാണ് കയറിയിരിക്കുന്നത്. കാരണം മൃഗങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയറി വരാൻ സാധ്യതയുള്ള ഭാഗമാണിത്. അതിനകത്തേക്ക് ചുറ്റി ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൃഗങ്ങൾ കയറി വരാൻ സാധ്യത കുറവാണ്. അത് ഇവിടെയൊക്കെ പഴയതും പുതിയതുമായിട്ടുള്ള ആനപ്പിണ്ടം ഒക്കെ ആനപ്പിണ്ടം കിടപ്പുണ്ടേ. ഒക്കെ നിറച്ച് ആനപ്പിണ്ടം കിടപ്പുണ്ട്. അപ്പോൾ ശരണവിളിയുടെ ആ ഒരു ക്ഷീണം അറിയാത്ത ഞങ്ങൾ കയറി പോകുന്നു ശരണം വിളിച്ചുകൊണ്ട്. കാരണം ശരണം വിളിയുടെ ഗുണം എന്താണെന്നത് ഇപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായി. ബ്രീത്ത് എടുത്ത് ബ്രീത്ത് വിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ശരണം വിളിച്ച് കയറി വരുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പോലും ഞാൻ നടന്നു വരുമ്പോൾ കിതയ്ക്കുന്നുണ്ട്. അത്രയും കയറ്റം കയറിയിട്ട് എനിക്കൊരു കിതപ്പ് പോലും തോന്നിയില്ല എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ട്രക്കിങ്ങിന്
വനത്തിലൂടെ പോകാറുണ്ടെങ്കിലും ഈ ശരണം വിളിച്ച് കയറി വന്നതിൻ്റെ ആ ഒരു മഹത്വം. അപ്പോൾ നിങ്ങൾ ഇതുവഴി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരണം തന്നെ വിളിച്ച് കയറി വരാൻ നോക്കുക. ക്ഷീണം എന്താണെന്ന് നിങ്ങളറിയില്ല. ഇത് ഞാൻ നൽകുന്ന ടിപ്പാണ്, അല്ലെങ്കിൽ പൂർവീകർ നമുക്ക് നൽകിയ ടിപ്പാണ്. ഇതൊക്കെ നിറയെ ആനപ്പിണ്ടമുണ്ടേ. മയിലിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കാം കേട്ടോ. ഇപ്പോൾ കയറി വരുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോരോ ഏരിയയിൽ കുറച്ച് പോലീസുകാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നേരം ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ താഴേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് മൃഗങ്ങൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കയറ്റി വിടും. എന്നോട് ആ സാറ് പറഞ്ഞത് ഇവിടെ മൃഗങ്ങൾ വരുന്നുണ്ട്, കാരണം ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അവ കുറേ ആളുകൾ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന പിന്നെ ഇപ്പോൾ വരില്ല. പക്ഷേ ഇപ്പോൾ അവയ്ക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് മൃഗങ്ങൾ ഇതുവഴി കയറി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മൃഗങ്ങൾ മീൻസ് ആന, അതറിയാനുണ്ട് കേട്ടോ. ആനപ്പിണ്ടം ഇഷ്ടമാതിരിയുണ്ട്. ഒരു മുട്ടിനെന്ന് പറയുന്ന പോലെ ആനപ്പിണ്ടമുണ്ട്. ഇത് ഈ വഴിയൊക്കെ കണ്ടോ, ഇതേപോലെ ഗ്യാപ്പുള്ള ഭാഗങ്ങൾ കണ്ടാൽ അറിയാം അതൊക്കെ ആനത്താരകളായിരിക്കും. ആന കടന്നു വരുന്ന ഭാഗങ്ങളായിരിക്കും അതെല്ലാം. ഈ ഭാഗത്ത് കൂടുതലും വള്ളിപ്പടർപ്പുകൾ ചേർന്ന ഒരു ഇതാണ് കേട്ടോ. മയിലിവിടെ എങ്ങാണ്ടുണ്ട്, തൊട്ടടുത്തുണ്ട്, പക്ഷേ മരങ്ങൾക്കിടയ്ക്ക് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമായിരിക്കും. പതുക്കെ കയറാണ് എപ്പോഴും നമ്മുടെ ഹാർട്ടിനും നല്ലത്. കാരണം ഈ വേഗം നമ്മൾ കയറി നമ്മൾ വക വയ്ക്കാതെ കയറുമ്പോഴാണ് ഈ കുഴഞ്ഞു വീഴുകയും ഇതൊക്കെ ഉണ്ടാവണം. എപ്പോഴും നമ്മൾ ഒന്ന് കിതപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വേണം കയറാൻ. ആൾക്കാരതൊന്നും നോക്കില്ല, വേഗം കയറി പോകും. അങ്ങനെ നമ്മൾ ഇഞ്ചിപ്പാറക്കോട്ട അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. ഉടുമ്പാറവില്ല ശ്രീ അയ്യപ്പ ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇഞ്ചിക്കോട്ടയിൽ നിന്ന് നേരെ ഇറക്കമിറങ്ങും. ഇത്ര നേരം നമ്മൾ കയറ്റമാണല്ലോ കയറി വന്നത്, ഇനി ഒരു ഇറക്കമാണ് കേട്ടോ. ഇഞ്ചിക്കോട്ടയിൽ നിന്ന് നമ്മൾ നേരെ ഇറക്കമിറങ്ങി തുടങ്ങി. ഇനി കുത്തനെയുള്ള ഇറക്കങ്ങളാണ്. അങ്ങനെ പല ഭാവങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. ഇഞ്ചിക്കോട്ടയിൽ അയ്യപ്പൻ പ്രതിഷ്ഠയുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ ശിഷ്യഗണങ്ങൾ, അല്ലെങ്കിൽ കുറേ നാൾ അയ്യപ്പൻ മലയര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂടിയായിരുന്നല്ലോ. അപ്പോൾ അയ്യപ്പൻ്റെ ശിഷ്യഗണങ്ങളുടെയും പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഞ്ചിക്കോട്ട ഇറങ്ങുമ്പോൾ ഇവിടുന്ന് ഇപ്പം ആന ഇട്ട് പോയ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് രാവിലെ ആയിരിക്കാം, ചിലപ്പോൾ ഇപ്പോൾ തന്നെ ഇട്ടിട്ട് പോയതാണ്. ഞങ്ങളുടെ കുത്തനെയുള്ള ഇറക്കാണ് ഇത്. ഇതിലൂടെ അയ്യപ്പന്മാർ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യവും അല്ലെങ്കിൽ ഒരു ഭംഗിയുമാണ്. നോക്കിയും ഇറങ്ങി പോകണം. മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ തെന്നൽ. ഇപ്പോഴും തെന്നൽ ഉണ്ട് കേട്ടോ. ഇന്നലെ ഒന്നും മഴ പെയ്തിട്ടുണ്ടായില്ല. അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ സ്വാമിയേ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ സ്വാമിയേ, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം സ്വാമി ശരണം, അയ്യപ്പ ശരണം സ്വാമിയേ ശരണം, സ്വാമിയേ ശരണം അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം സ്വാമിയേ ശരണം, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ, സ്വാമിമാരെ അയ്യപ്പന്മാരെ അയ്യപ്പോ, സ്വാമിയേ
അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി 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 അയ്യപ്പോ 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 സ്വാമി സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ അയ്യപ്പോ അയ്യപ്പോ. ഞങ്ങളുടെ ബാച്ച് വരുമ്പോൾ അവിടെ വീണ്ടും അടുത്ത പോയിന്റിൽ പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ശരണം വിളിച്ചു പോവും. തൊട്ടടുത്ത് ആന നിൽപ്പുണ്ട്, ആനപ്പിണ്ടവും തൊട്ടടുത്ത് കുറേ കിടപ്പുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, അത് കൂടാണ്ടും കിടപ്പുണ്ട്. അപ്പോൾ തൊട്ടടുത്തൊക്കെ ആന നിൽപ്പുണ്ട്. ശരണം ഉറക്ക ശരണം വിളിച്ച് പോക്കോളാൻ പറഞ്ഞു. അയ്യപ്പോ സ്വാമിയേ 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 അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ. ഇവിടെയൊക്കെ മരങ്ങൾ വീണ് കിടന്ന ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ഇതൊക്കെ മുറിച്ച് മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ. കറക്റ്റ് അവിടെ തന്നെ വന്ന ആന പിടിച്ച് മാറ്റിയതാണോ ഡൗട്ടുണ്ട്. തടിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ തടി പോലെയുള്ള സാധനത്തിലോ അല്ലെങ്കിൽ ഇരുമ്പിലോ ഒക്കെ ഉപ്പ് തേച്ച് വെച്ച് കഴിഞ്ഞാൽ ആന അത് പിടിച്ച് മറിച്ച് മാറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെയാണോ എന്നറിയില്ല. അതല്ലാതെ മനുഷ്യരെ കൊണ്ടെടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതൊന്നുമല്ല. കാര്യം കുറേ പോലീസുകാരുണ്ടെങ്കിൽ അവരെല്ലാം അത്ര പേര് വിചാരിച്ചാൽ അത്ര വലിയ തടിയെടുത്ത് മാറ്റാൻ പറ്റും. അവരൊന്നും അങ്ങനെ ചെയ്തിട്ടറിയില്ല, ഏതായാലും മെഷീനറി വെച്ചിട്ട് മാറ്റിയതായിരിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങി നേരെ വന്ന് ഒരു മരമുത്തച്ഛൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇത് നോക്കി, ഒരു 50 പേര് നിന്ന് വട്ടം പിടിച്ചാൽ എത്തൂല. എന്നാ വലിപ്പമെന്ന് നോക്കി. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു കൊമ്പിന് പോലും നമ്മുടെ നാട്ടിലെ മരങ്ങളുടെക്കായും ഒരു 10 ഇരട്ടി വലിപ്പമുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന കൊമ്പിന് പോലും. ഇതുപോലെയുള്ള കുറേ മരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. 1 2 ഒന്നും അല്ല, ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ട്. അത്രയും വലിപ്പമില്ലെങ്കിൽ ഇതും ഒരുവിധം വലിപ്പമുള്ള മരം തന്നെയാണ്. നമ്മളെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇതുപോലെയുള്ള ഈ കാടുകൾ തന്നെയാണ്.
നമ്മുടെ നാടിനെ പോലും സംരക്ഷിച്ച് നിർത്തുന്നത്. ഇതേപോലെയുള്ള ഒരു 10-20 മരങ്ങളുണ്ടെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ച് നിർത്തും. ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് മരങ്ങൾ വെട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അതും ഇത് ഏകദേശം നല്ല വലിപ്പമുള്ള മരങ്ങൾ തന്നെയാണ് കേട്ടോ. വെട്ടിയിട്ടിരിക്കുന്നതല്ല, അത് മറഞ്ഞാടിയിരിക്കുന്നതാണ്. അത് വഴി കുറുകെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ ഇങ്ങനെ കൂടി അത് വെട്ടി മാറ്റിയിരിക്കുന്നതാണത്. അപ്പോൾ നമ്മൾ മുക്കുഴിയിലെത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇനിയും ഉണ്ട് പമ്പയിലേക്ക്. കരിമലയൊക്കെ ഇനി കയറാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുക്കുഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മുക്കുഴിയിൽ നിന്ന് ഇനി ശബരിമലയ്ക്ക് 22 കിലോമീറ്ററാണുള്ളത്. അതിനകത്ത് ഇവിടെ നിന്ന് നേരെ പമ്പയിലേക്ക് 18ഉം കരിമല കയറാനുള്ളത് 10 കിലോമീറ്ററും പുതുശ്ശേരിക്ക് ഇവിടെ നിന്ന് 8 കിലോമീറ്ററാണ്. അപ്പോൾ ആദ്യം പുതുശ്ശേരി, പിന്നെ കരിമല, പിന്നെ പമ്പ, പിന്നെ ശബരിമല. അങ്ങനെയാണ് ഇപ്പോൾ പരമ്പരാഗത കാനനപാത ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇത് മലയരയ ക്ഷേത്രമാണ് കേട്ടോ. മലയരയ ക്ഷേത്രം അവരാണ് ഇതിൻ്റെ സംരക്ഷക സമിതിയായിട്ടുള്ളത്. ബോർഡിൽ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. വീണ്ടും ഞാനും സ്വാമിയും ഒറ്റയ്ക്കായി കേട്ടോ. മറ്റവരൊക്കെ ഫ്രണ്ട് കയറിപ്പോയി. അല്ല, കുറച്ച് പേരൊക്കെ അവിടെ ഫുഡ് കഴിക്കാനൊക്കെ മുക്കുഴിയിൽ കയറിയിട്ടുണ്ട്. കുറച്ച് പേര് ഫ്രണ്ട് പോയി. ഇവിടെയും മരം വീണ് കിടക്കുന്നതുണ്ടോ? ഇതൊക്കെ വെട്ടിയിട്ട് സൈഡ് മാറ്റിയിട്ടിരിക്കുന്നതാണ്. വലിയ മരം അതാ നിൽക്കുന്നത്, നോക്കി. കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കത് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നുള്ളത് അറിയിക്കുക. പിന്നെ മറ്റേ ലൈക്കോ ഒക്കെ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും ഉള്ള എൻ്റെ ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ ട്രാവലിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൂടി ചെയ്യുക. അയ്യപ്പസ്വാമിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യപ്പസ്വാമിയെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെയുള്ള എല്ലാവർക്കും ഒരേപോലെ പ്രിയമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, പ്രത്യേകിച്ച് തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാണ്ഡ്യ വംശത്തിലുള്ള രാജാക്കന്മാരായിരുന്നു പന്തളം രാജവംശം എന്ന് പറയുന്നത്. അവർ ഏകദേശം ഒരു 10-ാം നൂറ്റാണ്ടോടുകൂടി, അതായത് 1000 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഇവിടെ കുടിയേറി പാർത്തു എന്നാണ് പറയപ്പെടുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് അവർ പന്തളത്തിന് മുമ്പ് കുറേ ഭാഗങ്ങളിൽ അവരാദ്യം താമസിച്ചിരുന്നു രാജകുടുംബം. പിന്നെ ശത്രു ശല്യങ്ങളും ഒരുപാട് വന്ന് അങ്ങനെ പല സ്ഥലത്തു നിന്നും മാറിയാണ് അവർ പിന്നീട് അവരുടെ താമസം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിലയ്ക്കൽ കുറേ നാൾ താമസിച്ചു, പമ്പയിൽ താമസിച്ചു. അങ്ങനെ പിന്നീട് അപ്പോൾ അങ്ങനെ പന്തളം കുടുംബമായിട്ട് താമസിക്കുന്ന സമയത്താണ് കുട്ടികൾ ഉണ്ടാവാതെ ഇരുന്ന പന്തളം രാജാവിന് ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ, അതായത് 800-900 വർഷങ്ങൾക്ക് മുൻപ് അയ്യപ്പനെ പമ്പയിൽ നിന്ന് ലഭിക്കുന്നത്. വേട്ടയ്ക്കിറങ്ങിയ പന്തളം രാജാവിന് പമ്പയിൽ നിന്ന് അയ്യപ്പനെ ലഭിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എനിക്കൊരു 20 വയസ്സ് ഉള്ള പ്രായമുള്ള സമയത്ത്, ഞാൻ ഒരു വിഷുവിൻ്റെ സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മനക്കിലെ അമ്മ എന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ മനയിലെ അമ്മയുടെ ആങ്ങളെയായിരുന്നു അവിടെ മാളികപ്പുറത്ത് മേൽശാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ മാളികപ്പുറത്ത് അങ്ങനെ അദ്ദേഹം വിളിച്ചിട്ട്, അങ്ങനെ ഞാനും മനക്കിലമ്മയുടെ മകനായ രാജു എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ രാജുചേട്ടനും എന്നെ വിളിച്ചിട്ട്, അങ്ങനെ ഞാൻ 18 ദിവസത്തോളം മാളികപ്പുറത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ശാന്തി കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട്
18 ദിവസത്തോളം മാളികപ്പുറത്ത് തങ്ങിയ ഒരു അനുഭവം എനിക്ക് ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ 2 സൈഡിൽ നിന്നൊരു സ്റ്റാൻഡ് പോലെ മരത്തിൻ്റെ കാല് വന്നിട്ട് അപ്പുറത്തേക്ക് കടന്നു പോകട്ടെ. ഇതിക്കടെ വേരാണ്, വേര് പിളർന്നിട്ടുള്ള രീതിയിൽ അപ്പുറത്തേക്ക് ഒരു കവാടം പോലെ കടന്നു പോകാം. അങ്ങനെ പന്തളത്ത് നിന്ന് ഐശ്വര്യവാനായ ഒരു കുഞ്ഞിനെ കിട്ടുകയും രാജാവ് അതിനെ എടുത്ത് വളർത്താൻ താല്പര്യം കാണിക്കുകയും അങ്ങനെ പന്തളം കൊട്ടാരത്തിൽ അതിന് ഐതിഹ്യകഥകളൊക്കെ വേറെ പറയുന്നുണ്ട്. ശിവഭഗവാനും ഭൂതഗണങ്ങളും ഒക്കെ വന്നതുമൊക്കെയുള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ചുരുക്കി പറയാം, പന്തളം കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തുകയും അയ്യപ്പൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ പട്ടാഭിഷേകത്തിൻ്റെയൊക്കെ സമയമായപ്പോഴേക്കും രാജാവിന് മറ്റൊരു പുത്രൻ കൂടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ള മന്ത്രി അങ്ങനെ മറ്റുള്ളവരുടെയൊക്കെ ഉപദേശപ്രകാരം സ്വന്തം മകന് ഭരണം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അമ്മ വളർത്തമ്മയായ അല്ലെങ്കിൽ അമ്മ പുലിപ്പാൽ വേണം, വയറിൻ്റെ രോഗം മാറുന്നതിന് വേണ്ടിയിട്ട് പുലിപ്പാൽ വേണമെന്ന് പറയുകയും അങ്ങനെ പുലിപ്പാൽ തേടി അയ്യപ്പൻ പോവുകയും ചെയ്തു. പുലിപ്പാലിന് പോയി കഴിഞ്ഞാൽ കാട്ടിൽ വച്ച് മൃഗങ്ങളുടെ ആക്രമണത്തിൽ അയ്യപ്പൻ പിന്നെ തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ടാണ് അന്ന് രാജതന്ത്രജ്ഞന്മാരൊക്കെ ഉള്ളവർ ആ ഒരു ഉപദേശം കൊടുക്കുന്നത്. അങ്ങനെ പുലിപ്പാൽ തേടിപ്പോയ അയ്യപ്പൻ പക്ഷേ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു പുലിയല്ല ഒരുപാട് പുലികളുമായിട്ട് പന്തളത്തേക്ക് എത്തുകയും പമ്പയിലും പന്തളത്തും ഒക്കെ എത്തിച്ചേരുമേലിയിലും ഒക്കെ എത്തിച്ചേർന്ന് പന്തളത്തേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്തത്. ഇതാണ് അയ്യപ്പൻ. പിന്നീട് അയ്യപ്പൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു, ഞാനിനി ഇവിടെ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നില്ല എന്നും ഞാൻ കൊട്ടാരം വിട്ട് സന്യാസത്തിലേക്ക് മാറുകയാണ് എന്നും അങ്ങനെ ഞാൻ അമ്പ് ചെയ്യുന്ന സ്ഥലം, അമ്പ് ചെയ്ത് വീഴുന്ന സ്ഥലം അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന ആ സ്ഥലത്ത് എനിക്കൊരു ക്ഷേത്രം പണിത് തരണമെന്നും പന്തളം രാജാവിനോട് പറയുകയും അങ്ങനെ പന്തളം രാജാവ് സമ്മതിക്കുകയും ശബരിമലയിൽ അയ്യപ്പന് ഒരു ക്ഷേത്രം പണിത് കൊടുക്കുകയും ചെയ്തു. ശരിക്കും ശബരിമല ശ്രീധർമ്മശാസ്താവും അയ്യപ്പനും ശരിക്കും രണ്ടാണ്. പലരും ഒന്നാണ് എന്നാണ് കരുതുന്നത്, പക്ഷേ അങ്ങനെയല്ല. ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത് പന്തളം രാജകുടുംബത്തിൻ്റെ ഉപാസക മൂർത്തിയാണ്. അവരുടെ കുലദൈവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ഉപാസക മൂർത്തിയാണ് ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. അതുപോലെ മലയരയന്മാർ വിഭാഗത്തിൽപ്പെട്ട പൊന്നമ്പലമേടും ഒക്കെ കേന്ദ്രീകരിച്ച് താമസിച്ചു കൊണ്ടിരുന്ന മലയരയ വിഭാഗത്തിലും ഒക്കെ പെട്ട ആളുകളൊക്കെ ഉപാസിച്ചു കൊണ്ടിരുന്ന മൂർത്തി കൂടിയാണ് ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രീധർമ്മശാസ്താവിനെ ഉപാസിച്ചുകൊണ്ട് അയ്യപ്പൻ ശബരിമലയിൽ താമസിക്കുകയും തത്വമസി എന്ന ആ മഹത്തായ അല്ലേ, നമ്മൾ ഈ മലയൊക്കെ ചവിട്ടിക്കയറി മുകളിൽ ചെല്ലുമ്പോൾ ഞാൻ തന്നെയാണ് ദൈവം എന്ന തത്വമസി എന്ന മഹത്തായ ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ശ്രീകോവിൽ. നമ്മൾ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ നടപ്പന്തലിൽ ക്യൂ നിന്ന് പിന്നീട് ഫ്ലൈ ഓവറായിട്ടുള്ള ശ്രീകോവിലിനോട് ചേർന്നുള്ള ക്യൂവിലൊക്കെ നിന്ന് നമ്മൾ അയ്യപ്പനെ കണ്ട് തൊഴുതാണ് പോരുന്നത്. പക്ഷേ ഈ ശ്രീകോവിലിനെ പോലെ തന്നെ പ്രധാനമാണ് അവിടുത്തെ മണിമണ്ഡപം എന്ന് പറയുന്നത്. അത് പലർക്കും അറിയില്ല. അയ്യപ്പൻ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലം, അയ്യപ്പൻ ശബരിമലയിൽ ഉണ്ടായിരുന്നപ്പോൾ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ് ശരിക്കും മണിമണ്ഡപം എന്ന് പറയുന്നത്. ഈ മണിമണ്ഡപത്തിൽ താമസിച്ചു കൊണ്ടാണ് അയ്യപ്പൻ ജീവിതകാലം അവിടെ ആ മണിമണ്ഡപത്തിൽ ജീവസമാധി ആവുകയായിരുന്നു. ജീവസമാധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, അതിൽ ലയിച്ച് അങ്ങനെ ജീവസമാധി ആവുകയും ആ മണിമണ്ഡപത്തിൽ ജീവസമാധി ആവുകയും അയ്യപ്പൻ്റെ ശ്രീധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിലേക്ക് വലയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ്റെ ശബരിമലയിലെ ചരിത്രം കിടക്കുന്നത്. ഇത് പലർക്കും അറിയില്ല. പലരും അയ്യപ്പനും ശ്രീധർമ്മശാസ്താവും രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിൽ തന്നെ പലരും വിശ്വസിച്ചു പോരുന്നു. പക്ഷേ ശരിക്കും അങ്ങനെയല്ല.
നമ്മൾ ശ്രീകോവിലിൽ പോയി തൊഴുത് വണങ്ങുമ്പോൾ കിട്ടുന്ന സംതൃപ്തി എങ്ങനെയാണോ അതിനേക്കാൾ ഒരു മടങ്ങ് കൂടി മുന്നിലാണ് നമ്മൾ മണിമണ്ഡപത്തിൽ പോയി നിന്ന് അയ്യപ്പനെ തൊഴുകുമ്പോൾ കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ കുറേ അനുഭവങ്ങൾ, അത് എൻ്റെ ചെറുപ്പത്തിലെ ഏകദേശം 10-18 വർഷത്തോളം ഞാൻ മാലയിട്ട് നോമ്പ് നോറ്റ് കാണിക്ക കൊടുത്തയക്കായിരുന്നു. അതായത് ഗുരുസ്വാമിയുടെ അടുത്ത് കാണിക്ക കൊടുത്തയച്ച് അങ്ങനെ അത്ര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യമായി ശബരിമല നട ചവിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ശബരിമല നട അങ്ങനെ 10-18 വർഷത്തോളം കാണിക്ക കൊടുത്തതിന് ശേഷമാണ് ഞാൻ ശബരിമല നട ചവിട്ടി അയ്യപ്പനെ കണ്ട് തൊഴുകുന്നത്. ഇത് കണ്ട പാമ്പ് ഇണ ചേർന്നതുപോലെ വേര് കെട്ട് പിണഞ്ഞ് കിടക്കണത് നോക്ക്, ഇങ്ങനെ കയറി പോയേക്കാം. ഇതുപോലെ ഇതിങ്ങനെ കണ്ടിട്ട് നമ്മൾ അടുത്ത ഇത് പോയിന്റിലേക്ക് ചെല്ലുമ്പോൾ ഒരു പാമ്പ് കിടന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല കേട്ടോ. വേരാണെന്ന് വിചാരിക്കും പെട്ടെന്ന്, മലമ്പാമ്പ് കിടക്കും പോലെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 18 ദിവസത്തോളം ശബരിമലയിൽ തങ്ങി കാര്യമൊക്കെ. അപ്പോൾ അന്നേരം ഉള്ള അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമുക്ക് എല്ലാ ദിവസവും രാവിലെ അയ്യപ്പ സന്നിധിയിൽ പോയി നമുക്ക് ക്യൂ നിൽക്കണ്ട, അല്ലാണ്ട് തന്നെ ഒരു ദിവസം തന്നെ ഒരു 8-10 പ്രാവശ്യത്തോളം എന്ന് പറയുന്ന പോലെ ശ്രീകോവിലിൻ്റെ സമീപത്തേക്ക് നമുക്ക് പോകേണ്ടി വരും. കാരണം മാളികപ്പുറത്തുനിന്ന് പല സാധനങ്ങളും ശ്രീകോവിലിൻ്റെ അങ്ങോട്ടേക്ക് അയ്യപ്പന് ചാർത്താനും ഒക്കെ ആയിട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ട ഇതൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മളാണ് കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശ്രീകോവിലിനോട് ചേർന്ന് നിന്ന് ശ്രീകോവിലിലേക്ക് നമ്മൾ പലതും സമർപ്പിച്ച് തൊഴുവാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു പുണ്യമായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ആ 18 വർഷക്കാലം. ഇനി എനിക്ക് ജീവിതത്തിൽ എന്തായാലും അത്രയും ഒരു അനുഭവം, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ട് അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ കിടന്ന് എന്താ പറയുക, അത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് അത്രയും വലിയൊരു ഭാഗ്യം കിട്ടി. ഒരു ദിവസത്തിൽ തന്നെ 10 പ്രാവശ്യത്തോളം വന്ന് അയ്യപ്പൻ്റെ ശ്രീകോവിലിന് തൊട്ടടുത്ത് വന്ന് നിന്ന് തൊഴുത് അയ്യപ്പന് സമർപ്പിക്കേണ്ട സാധനങ്ങളൊക്കെ നൽകാൻ സാധിക്കുക, നമ്മുടെ സ്വന്തം കൈകൊണ്ട് കളയാൻ സാധിക്കുക, അതൊരു വലിയ, അതിന് എന്തായാലും ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി അത് കിട്ടാൻ സാധ്യതയില്ല. ആ കാലഘട്ടം അത് കഴിഞ്ഞു പോയി എന്നും എനിക്ക് തോന്നുന്നു. ശരിക്കും നല്ല തണുത്ത വെള്ളമോടെ കുളിക്കാൻ തോന്നണേ. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ വന്നതുകൊണ്ടേ ശരിക്കും കുളിക്കണം എന്നുള്ളൊരു തോന്നണം. എന്നാൽ ഭയങ്കര തണുപ്പില്ല താനും. ശരിക്കും നമുക്ക് കുളിക്കാൻ തോന്നുന്ന, നന്നായിട്ട് ഇങ്ങനെ വെള്ളം കാണുമ്പോൾ കുളിക്കാൻ തോന്നുന്ന ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീല് ശരിക്കും ഒരുപാട് തണുപ്പുമില്ല, പാകത്തിന് തണുപ്പ്. അഴുതയിൽ 2 പ്രാവശ്യം കുളിച്ചായിരുന്നു. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് അഴുതയിൽ 2 പ്രാവശ്യം കുളിച്ചു. 2 തടി ആരോ എടുത്തിട്ടത് പോലെ ഉണ്ട്, ഇപ്പുറത്തൊന്ന് അപ്പുറത്തേക്ക് കടന്നു കിടക്കാൻ പാകത്തിന്. രണ്ട് കാട്ടുതേറ്റകൾ ഇണ ചേരുന്നതാണോ? കാട്ടുമരക്കട്ടെ. മരക്കട്ട എന്ന് சொல்லு തമിഴിലാ? തമിഴില അമ്മ. വന്നതിൽ ഏറ്റവും വലിയൊരു കവാടം പോലെ മരം നിറഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഇവിടെ കറക്റ്റ് ആ വഴിയുടെ അത്രയും ഭാഗം മാത്രം വെട്ടി മാറ്റിയിരിക്കുകയാണ്. വീണ്ടും അതേപോലെ വലിയൊരു തടി കേട്ടോ. എൻ്റെ അത്രയും പൊക്കമുണ്ടേ, ഇത് കണ്ടോ, എൻ്റെ അത്രയും പൊക്കമുണ്ട് ഈ തടിക്ക്. പൊന്നെ, ഇതിപ്പോൾ ആരതേ
ഇത് ഒരാളുടെ അത്രയും വലിപ്പമുണ്ട് കേട്ടോ ഇതിൻ്റെ തടിയുടെ വണ്ണം എന്ന് പറയണത്. ഇത് കണ്ടോ, ഒരാളിനേക്കാളും കൂടുതലുണ്ട്. നിറയെ ചിത്രശലഭങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കരിമല കയറ്റം തുടങ്ങുകയാണ് കേട്ടോ. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഇനിയിപ്പോൾ ഒരു 6 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ പമ്പയാവും. അപ്പോൾ കരിമല കയറ്റമാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ. നമ്മൾ ഏറ്റവും ഇത്രയും ദൂരം നടന്നു വന്നതിന് ശേഷം ഏറ്റവും അവസാനമാണ് നമ്മൾ കരിമല കയറുന്നത്. അതുകൊണ്ട് തന്നെ കരിമല കയറ്റം എപ്പോഴും കഠിനമായിരിക്കും. ഉണ്ടോ, അവിടുന്ന് കുത്തനെയുള്ള കയറ്റം കയറി ഏകദേശം 4 കിലോമീറ്ററോളം കയറി വരണം കരിമല കയറ്റത്തിന്. അങ്ങനെ കരിമല കയറ്റം കയറിയിട്ട് നമ്മളേറ്റവും ടോപ്പിൽ എത്തിയേക്കാണ്. ഇനി ഇവിടുന്ന് നേരെ ഇവിടെ വിരി വയ്ക്കണവർക്കൊക്കെ ഈ പറഞ്ഞ പോയിന്റുകളിലെല്ലാം വിരി വയ്ക്കണമെന്നുള്ളവർക്കൊക്കെ വിരി വയ്ക്കാം, അല്ലാത്തവർക്ക് നേരെ പമ്പയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏകദേശം ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കരിമലയുടെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറക്കം ഇറങ്ങി ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പമ്പയിലേക്ക് എത്തിച്ചേരുന്നു. പമ്പയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പമ്പ വരെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ പോയി തൊഴുത് വരും. അപ്പോൾ പമ്പയിലേക്കുള്ള ഇറക്കമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കരിമല ഇറക്കം. ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിനെ ഉപാസിച്ച് കഴിഞ്ഞിരുന്ന അയ്യപ്പസ്വാമിയോടൊപ്പം പൊന്നമ്പലമേടുമായി ബന്ധപ്പെട്ട മലയാളിയ സമുദായത്തിൽപ്പെട്ട 2 ശിഷ്യഗണങ്ങൾ കൂടി പ്രധാനികളായിട്ട് ഉണ്ടായിരുന്നു. കാടും കാട്ടിലെ മൃഗങ്ങളും കാട്ടിലെ എല്ലാ ആവാസ വ്യവസ്ഥയും അതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമിക്ക് ഏറ്റവും സുപരിചിതമായിരുന്നു. കാട്ടുമൃഗങ്ങളോട് ഇടപഴകാനും എല്ലാമുള്ള അസാമാന്യമായ കഴിവും എല്ലാം ഈ ശിഷ്യഗണങ്ങൾക്കും അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്കും ഉണ്ടായിരുന്നതായിട്ടാണ് അയ്യപ്പചരിതം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ 2-3 കാര്യം. അപ്പോൾ നമ്മൾ എരുമേലിയിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു കാനനപാതയുടെ യാത്ര പിന്നീട് നമ്മൾ കാളകെട്ടിയിലെത്തുകയും കാളകെട്ടിയിൽ നിന്ന് അഴുതയിലേക്ക് എത്തുകയും അഴുതയിൽ നിന്ന് നേരെ കടന്നു പോകുന്ന അഴുത കയറ്റം കയറി അഴുത ഇറക്കം ഇറങ്ങി അതിനുശേഷം നേരെ നമ്മൾ മുക്കുഴിയിലെത്തുകയും തിരുമേലിയിൽ നിന്ന് വരുന്ന വഴിക്ക് യഥാർത്ഥ പാത ഈ 46 കിലോമീറ്ററുള്ള പാതയാണ് എന്നിരുന്നാൽ തന്നെയും ഇടയ്ക്ക് വെച്ച് ഇത് മുറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അഴുതയിൽ നിന്ന് വേണമെന്നുള്ളവർക്ക് അഴുതയിൽ നിന്ന് കൂടിച്ചേരാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മുക്കുഴിയിൽ നിന്ന് കൂടിച്ചേരാം. പിന്നീട് മുക്കുഴിയിൽ നിന്ന് നേരെ കടന്നു വന്ന് കരിമല കയറ്റം കരിമല ഇറക്കം എല്ലാം കഴിഞ്ഞ് പമ്പയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന. അപ്പോൾ ശരിക്കും യഥാർത്ഥ കാനനപാത എന്ന് പറയുന്നത് എരുമേലിയിൽ നിന്ന് ഈ പമ്പ വരെ എത്തുന്ന ഈ പാതയാണ്. അതാണ് അയ്യപ്പൻ പോയ യഥാർത്ഥ വഴി എന്ന് പറയുന്നത്. ആ വഴിയിലൂടെ പോകുമ്പോഴാണ് ഭക്തിയുടെ ആ മാർഗ്ഗത്തിൽ ശരിക്കും പോകുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പോകേണ്ട വഴിയും. പക്ഷേ അത്രയും നടക്കാൻ പറ്റാത്തവർക്കും ഒക്കെ മുക്കുഴിയിൽ നിന്ന് വേണമെങ്കിൽ ഈ പാതയിലേക്ക് കൂടിച്ചേരാവുന്നതാണ്. ഇനി അത് മാത്രമല്ല കേട്ടോ, ഈ വരുന്ന പാതയിൽ പല സ്ഥലത്തും നമുക്ക് 2 മണിയോടുകൂടി ക്ലോസ് ചെയ്യും. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് വരുന്ന വഴിക്ക് തങ്ങാനായിട്ട് വിരി വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മിക്കയിടത്തും 100 രൂപയൊക്കെയാണ് വിരി വയ്ക്കാനായിട്ട്.
അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി ഈ പാതയിലൂടെ തന്നെ വരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ നടന്ന് പമ്പയിലേക്ക് എത്തി കേട്ടോ. ഇതുവഴിയാണ് നമ്മളങ്ങനെ നടന്ന് വന്ന് കാനനപാത താണ്ടി വന്നത്. അങ്ങനെ 46-50 കിലോമീറ്ററോളം താണ്ടി ഇവിടെ പമ്പയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.